യൂട്യൂബ് ചാനൽ. ഞങ്ങൾ തനുവിന് 2 ദിവസം അവധി കിട്ടിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്ത് മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മൂന്നാറിലെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സുധീഷേനെ എല്ലാം പറയണ്ട ഒന്നുമില്ല, നമുക്കിപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ. എന്തായാലും സുധീഷേനെ ഇനിമുതൽ നമ്മുടെ അവിടെ യൂട്യൂബിൽ ആക്റ്റീവ് ആകാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം സുധീഷേനെ എത്ര ആക്റ്റീവ് ആകുമെന്ന്. അതിനോട്ടാ ഒരു ഹായ് പറയോ? തനും അതിനോട്ടൊന്നും പുറകിലിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ എന്തൊക്കെ വിശേഷങ്ങൾ. ഹായ് വന്നു തനു അതിനോട്ടന്റെ. ഇന്നത്തെ മൂന്നാർ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ 2 ദിവസം മൂന്നാറിൽ കാണും. മൂന്നാറിൽ 2 ദിവസമാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് വെള്ളിയാഴ്ച തനുവിന്റെ ക്ലാസ്സും കഴിഞ്ഞിട്ടാണ് നമ്മൾ തനു സ്കൂളിൽ നിന്ന് വന്നിട്ട് തനുവിനെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ മൂന്നാറിലോട്ട് പോകുന്നത്. ഇനി ശേവല്ലി ശനിയും ഞാറും ശനിയാഴ്ച അവിടെ സ്റ്റേ ചെയ്തിട്ട് സൺഡേ തിരിച്ചു പോരും. അതാണ് ഞങ്ങളുടെ പ്ലാനിങ്. അപ്പോൾ നമുക്ക് അവിടുത്തെ റിസോർട്ടും കാര്യങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൂന്നാറിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. നമ്മൾ നേര്യമംഗലം പാലം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കയറിയത് ഇവിടെ ചിയപ്പാറ വാട്ടർഫോൾസിലാണ്. ഇത് 7 സ്റ്റെപ്പ് ഓഫ് വാട്ടർഫോൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ അവിടെ കയറി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. നമുക്കവിടെ മങ്കീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോട്ടന്നെ മങ്കീസിനെയൊക്കെ കാണിച്ചു കൊടുത്ത്. ഇത് ഫുഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പൈനാപ്പിളും മാങ്ങയൊക്കെ അവിടെ ഇഷ്ടം പോലെ വിൽക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ നിന്ന് വാങ്ങുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടായിരുന്നു ഇന്ന് കഴിക്കുന്നത് പോലും. കാരണം എങ്ങനെയാണ് ഇവരൊന്ന് തട്ടിപ്പറിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്നിട്ടത്. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ചിയപ്പാറയിലുള്ള കാരണം കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടവുമാണ്. നമുക്ക് ഇറങ്ങാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇപ്പറേ തന്നെ നമുക്ക് വേറൊരു വാട്ടർഫോൾസ് കാണാം. അത് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ്. അത് വാളറ വാട്ടർഫോൾസ് എന്ന് പറയും. പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്ന ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ അതിനോട്ട് തന്നെ ചോളവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ടാണ് പോയത്. റിസോർട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 7 o'clock 8 o'clock ആയിരുന്നു. കാരണം നമ്മൾ നേരത്തെ തന്നെ അവർ ഇൻഫോം ചെയ്തിരുന്നു നമ്മൾ ലേറ്റ് ചെക്ക് ഇൻ ആണ് എന്നത്. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് അവരൊരു വെൽക്കമിങ് ഒക്കെ ചെയ്ത് ചെക്ക് ഇൻ പ്രൊസീജിയറും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റൂമിലോട്ട് പോയത്. നമുക്കൊരു വാർഡ്രോബ് ഉണ്ട്. ഇതാണ് റൂം. ജസ്റ്റ് ഒരു നമ്മൾ നൈറ്റാണ് ഇവിടെ എത്തിയത്. നമുക്കൊന്നും പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഇവിടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണി നൈറ്റ് വ്യൂ കണ്ടു. ഷവർ ഏരിയ കാണിക്കുന്നത്. ഓക്കെ, ഈ ആൾക്കാണ് സ്വിമ്മിംഗ് പൂളിൽ പോകണം പറഞ്ഞോടുകൂടി രാത്രി തനുവിന് സ്വിമ്മിംഗ് പൂളിൽ പോകണം. പിന്നെ ഞങ്ങൾ അവിടെ
വന്ന് ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് നേരം പിള്ളേരുടെ കൂടെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ കിടന്നൊക്കെ ഉറങ്ങിയത്. നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടിയാണിത്. ഇതിൻ്റെ മോർണിംഗ് വ്യൂ എന്തായാലും ഞാൻ നിങ്ങൾക്ക് രാവിലെ കാണിച്ചു തരാം. അതിൻ്റെ കാലയിൽ നല്ല സുഖമായി ഇപ്പം അത്. ഹലോ ഗായ്സ്, നമ്മൾ ഇപ്പോൾ ഹെയർസ് ആൻഡ് ഗൈഡ്സിൽ നിന്ന് ഞാൻ താമസിച്ച റിസോർട്ടിൻ്റെ പേര് നിങ്ങളുടെ പറഞ്ഞില്ലായിരുന്നു. നമ്മളിപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഹെയർസ് ആൻഡ് ഗൈഡ്സ് റിസോർട്ടാണ്, മൂന്നാറിലത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ വേറൊരു റിസോർട്ടിൽ സ്റ്റേ ചെയ്ത് ഇന്ന് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും നമുക്കിന്ന് കാണാം. ഇത് നമ്മൾ എവിടെയാണ് ഇത് വരുന്നത്? മുതുവാൻകുടി മൂന്നാർ മുതുവാൻകുടി 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഉള്ള റിസോർട്ടാണ്. നല്ല റിസോർട്ടാണ്, നല്ല ആംബിയൻസ് ആണ്. ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്യാം. അതും കൂടെ നിങ്ങളൊന്ന് ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പ്രോപ്പർട്ടിയൊക്കെ കണ്ട് എന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അവിടെ നമുക്ക് 3 കാറ്റഗറി റൂംസാണുള്ളത്. ഒന്ന് പ്രീമിയം റൂം, പിന്നെ ഹണിമൂൺ കോട്ടേജ്, സൺസെറ്റ് വ്യൂ കോട്ടേജ്. ഹണിമൂൺ കോട്ടേജിനും സൺസെറ്റ് വ്യൂ കോട്ടേജിനും ജാക്കൂസി ഉണ്ട്. പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ സ്വിമ്മിംഗ് പൂളും പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ, പിന്നെ അവിടുത്തെ വ്യൂ. നല്ല വ്യൂ ആണ് അവിടെ ഉള്ളത്. പിന്നെ എപ്പോഴും നല്ല കാറ്റാണ്. പിന്നെ രാവിലെയൊക്കെ നല്ല കിളികളുടെ സൗണ്ടാണ്. പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ സർവീസ്, എല്ലാവരും നല്ല സർവീസായിരുന്നു, നല്ല കെയറിങ് ആയിരുന്നു. പിന്നെ അവിടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. വൈകുന്നേരം ഒരു ടീ കോഫി മേക്കിംഗ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. നമുക്കതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ഞങ്ങൾ അടുത്ത റിസോർട്ടിലോട്ടാണ് പോയത്.
ഇതിനിടയ്ക്ക് ഞങ്ങൾ വരുന്ന വഴി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ സൗണ്ട്സിന് എന്തോ ഇഷ്യൂ വന്ന കാരണം നമുക്ക് ആ സൗണ്ട് കിട്ടിയില്ല. അതാണ് ഇങ്ങനെ. പിന്നെ ഞാൻ സുധീഷേട്ടനെ കളിയാക്കുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത റിസോർട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ ആയി കാണും വരെ ബായ്.